കോൺഗ്രസ് ഭരിക്കുന്ന എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ അഴിമതി ആരോപണം. നഗരസഭ വൈസ് ചെയർമാനായ PM യൂനസ് നഗരസഭയുടെ CSR ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ രാധാമണിപിള്ള പറഞ്ഞു. 2024-25 വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാൻ PM യൂനസ് നഗരസഭയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ CSR ഫണ്ടിൽ നിന്നും കൗൺസിൽ അംഗങ്ങൾക്ക് ഗിഫ്റ്റ് കൂപ്പൺ വാങ്ങാൻ എന്ന വ്യാജേന 5000 രൂപയുടെ 50 കൂപ്പണുകൾ കൈപ്പറ്റി ചില കൗൺസിൽ അംഗങ്ങൾക്കും മറ്റു ചിലർക്കും നൽകിയതായാണ് പ്രതിപക്ഷ ആരോപണം. ഈ ആരോപണം സാധൂകരിക്കുന്ന തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ മുസ്ലിം ലീഗ് നേതാവും വൈസ് ചെയർമാനുമായ യൂനസ് ബാങ്കിൽ നേരിട്ടെത്തി പണം ആവശ്യപ്പെട്ടതായും ബാങ്ക് അത് കൈമാറിയതായും അറിയിച്ചു. എന്നാൽ ഇത്തരത്തിൽ കൂപ്പൺ നൽകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും കൗൺസിൽ അംഗങ്ങളെയോ ചെയർപേഴ്സണെയോ അറിയിച്ചിട്ടില്ലെന്നും തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപിള്ള വ്യക്തമാക്കി. ഞാൻ ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു വൗച്ചർ ആളുകൾക്ക് കൊടുത്തു, 5000 രൂപയുടെ വൗച്ചർ കൊടുത്തു എന്നുള്ളത് അറിയണത്. അപ്പോൾ എൻ്റെ പേരിലാണ് ആദ്യം ഇവിടെ ആരോപണം വന്നത്, ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത്. അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് ബാങ്കിൽ അന്വേഷിച്ചപ്പം എൻ്റെ ഭാഗത്തു നിന്നല്ല കുഴപ്പം, ഇവിടെ വൈസ് ചെയർമാൻ വാങ്ങിച്ചിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കണത്. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സണെ തടഞ്ഞു വെക്കുകയും യുവജന സംഘടനയായ DYFI തൃക്കാക്കര നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. ആരോപണ വിധേയനായ വൈസ് ചെയർമാൻ യൂനസിനെതിരെ നിയമപരമായി തന്നെ അന്വേഷണം നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.